ഒരുപാട് വെല്ലുവിളികൾ, പ്രത്യേകിച്ച് വിശുദ്ധമാവുന്ന ഇസ്ലാം അത് എന്നും വിമർശനങ്ങളെ നേരിട്ടതായ ഒരു ദീനാണ്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂൽ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാർ ഒരുപാട് വിമർശനങ്ങൾ അവർ നേരിട്ടുണ്ട്. വളരെയധികം പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോഴും നിങ്ങൾ കേൾക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തതോ ആവുന്ന പല മേഖലയിലേക്കായിരിക്കും പല ചോദ്യങ്ങളോ പല വിഷയങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും. ഇതൊക്കെ നേരിടുമ്പോൾ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ട ഏറ്റവും പ്രധാനമായ ഒരു സംഗതി മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതുപോലെ ഈ വിശുദ്ധമാകുന്നതായ ദീൻ, ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അടിസ്ഥാനപരമായി സ്വീകരിച്ചതായ ചില സംഗതികൾ, അതൊന്ന് സിദ്ഖ് സത്യം എന്നുള്ളതാണ്, മറ്റൊന്ന് നീതി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിക്ക് അടിസ്ഥാനപരമായി സ്വീകരിച്ചതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണം. മഹാന്മാര് പറഞ്ഞതുപോലെ വജദ്നാ ഹാദ ദീൻ മബ്നിയൻ അലാ സലാസത്തി അർക്കാൻ അലൽ ഹഖ് വസ്സിദ്ഖി വൽ അദ്ൽ. ഈ വിശുദ്ധമാവുന്ന ദീൻ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അടിസ്ഥാനപരമായി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഹഖ്, മറ്റൊന്ന് സിദ്ഖ് സത്യം, മറ്റൊന്ന് നീതി. ഈ മൂന്ന് കാര്യങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ അടിസ്ഥാനമായി കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഹഖ് എന്ന് പറഞ്ഞതിന് അതിന് ഉൾപ്പെടുത്തിയതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് അവസ്ഥ കിടക്കില്ല. സിദ്ഖ് ഉൾക്കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് നീതി ഉൾക്കൊള്ളുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാര് സിദ്ഖിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അലൈക ബിസ്സിദ്ഖ്, നീ എപ്പോഴും സത്യത്തിന്റെ മേലിലാവണം. കാരണം നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തന മേഖലയിൽ എങ്ങനെങ്കിലും ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സത്യത്തിന്റെ മാർഗത്തിൽ നിന്നിട്ടോ അല്ലെങ്കിൽ സത്യത്തിൽ നിന്നോ ഒരിക്കലും നമ്മൾ വ്യതിചരിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് അലൈക ബിസ്സിദ്ഖ് ഹൈസു തഖാഫു അന്നഹു യദുറുക. സത്യം പറഞ്ഞാൽ അത് നിനക്ക് പ്രയാസം ഉണ്ടാവുമെന്ന് നീ പേടിക്കുന്നുണ്ടോ? എന്നാലും നീ സത്യത്തിൽ തന്നെ നിൽക്കണം. ഫഇന്നഹു യൻഫഉക, ആ സത്യത്തിൽ നിന്നാൽ അതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാവുന്ന. സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്നി ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ قولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള ജാമിയ വലിയ അറബി കോളേജിന്റെ പ്രസിഡന്റ്, മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ, ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ ഒന്നരായ പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മറ്റ് വേദിയിൽ പുരുഷായ സദാത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളും എനിക്ക് നേതൃത്വം നൽകുന്നവരുമായ ബഹുമാനമുള്ള ഉസ്താദ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ, ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാര്, ബഹുമാനമുള്ള കുഞ്ഞാరెഡ്ഡി സാഹിബ് അടക്കമുള്ള
സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നേതാക്കന്മാർ, മറ്റ് സ്റ്റേജിൽ ഉപേക്ഷായ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ പ്രൗഢമായ സദസ്സിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനിയങ്ങൾ, ഈ മഹത്താവുന്ന സ്ഥാപനത്തിൽ നിന്ന് സനത് വാങ്ങി പുറത്തിറങ്ങുന്ന യുവ പണ്ഡിതന്മാർ, ബഹുമാനമുള്ളവരെ, വളരെ പ്രൗഢമായ അതോടൊപ്പം വളരെ പുണ്യമായ ഒരു വേദിയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടി. ഈ വിശുദ്ധമായ സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വിശുദ്ധമായ ദീനിന്റെ പ്രവർത്തന മേഖലയിലേക്ക്, വ്യത്യസ്തമാവുന്ന പല മേഖലയിലേക്കും കടന്നു എന്നും കൊണ്ടിട്ട് ദീനിന്റെ പ്രചാരകരായും കൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന യുവ പണ്ഡിതന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മുൻകഴിഞ്ഞ കാലഘട്ടം പോലെയല്ല, അതിനേക്കാൾ അധികം ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കണ ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ വിശുദ്ധമാവുന്ന ദീനിന്റെ പ്രബോധനമായും കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം. അതിന് അടിസ്ഥാനപരമായ തഖ്വ, ആ തഖ്വ നിങ്ങൾക്കുണ്ടായാൽ മാത്രമേ നിങ്ങളുടെ ഈ ദൗത്യം പൂർണ്ണമായി വിജയിക്കൂ. വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ് എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ഇൽമിനിക്ക് അടിസ്ഥാനപരമായി ആവശ്യമായത് അത് തഖ്വയാണ്. ആ തഖ്വനെ അടിസ്ഥാനമാക്കി കൊണ്ടിട്ട് പഠിക്കുമ്പോൾ ആ ഇൽമ് വളരുള്ളും, ഇൽമ് വികസിക്കുള്ളും, ഇൽമ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഗുണങ്ങൾ ലഭിക്കപ്പെടുള്ളൂ. അപ്പൊ പണ്ഡിതന്മാരാവുന്ന നമ്മള്, മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ നിന്ന് ആ വിശുദ്ധമായ ഈ റുഫിനെ ലഭ്യമാക്കണം. അത് ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ മഹാന്മാരൊക്കെ പറയുന്നത് പോലെ നുബുവത്തിന്റെ ബാത്തിനെ അത് വിലായത്താണ്, അത് ഇസ്തിഖാമത്താണ്. അപ്പൊ അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കൂല, അതിൻ്റെ ഒരു ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി ആ ശൃംഖല അവസാനിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, നുബുവത്ത് അത് അധ്വാനത്തിൽ കൂടി സമ്പാദിക്കപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. ഹിബത്തുൻ റബ്ബാനിയത്തുൻ യഹബുഹാ ലിമൻ യശാഉ മിൻ ഇബാദിഹി എന്നാണ് നുബുവത്തിനെ പറ്റി മഹാന്മാര് നിർവചനം നൽകിയിട്ടുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകമാവുന്ന ഒരു ബഹുമതിയാണ്. അതിന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്, അവർക്ക് അത് നൽകപ്പെടുള്ളൂ. അപ്പോ ഒരു നബിയായും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ആ വിശുദ്ധമാവുന്ന ആ ബഹുമതി പത്രം നൽകപ്പെടുമ്പോൾ അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാവൽ നിർബന്ധമാക്കിയതായ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവര് ഉയർന്നതായ കുടുംബത്തിൽ കൂടി വളർന്നു വന്നവരാവണം എന്നുള്ളത്. നമുക്കറിയാലോ, ഹിർക്കൽ ചക്രവർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബൂ സുഫിയാനോട് ചോദിച്ചപ്പോൾ അതിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കൈഫ നസബുഹു ഫീക്കും. ആ നുബുവത്തിനെ ദഅവ ചെയ്യുന്ന ആ മനുഷ്യൻ,
അയാളുടെ തറവാടിന്റെ സ്വഭാവം എന്താന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. അബൂ സുഫിയാൻ മറുപടി പറഞ്ഞു, ഇന്നഹു ദൂ നസബിൻ ഫീന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന തറവാട്ടുകാരനാണ്. അപ്പോ ഹിർക്കൽ ചക്രവർത്തി മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ആളായതുകൊണ്ട് ഹിർക്കൽ ചക്രവർത്തി പറഞ്ഞു, ഫഖദാലിക തുബ്ഹസുൽ അംബിയാ ഫീ നസബി ഖൗമിഹി, അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുക അത് ഉയർന്നതായ സ്വഭാവ ഗുണങ്ങളുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ ഖിയാറുക്കും ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ഉയർന്നതായ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾ അവർ ഇസ്ലാമിലേക്ക് വന്നാലും ആ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളൊക്കെ അവരിലുണ്ടാവും. അവർ ഇൽമിന് ഏറ്റവും അധികം അർഹരായവരാണ്, അവരാണ് ഇൽമിനെ പഠിക്കേണ്ടവരും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഹിർക്കൽ ചക്രവർത്തി ചോദിച്ചു. ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് ഹിർക്കൽ ചക്രവർത്തി തന്നെ അതിന് മറുപടി പറഞ്ഞു, ഫഖദാലിക തുബ്ഹസുൽ അംബിയാ ഫീ നസബി ഖൗമിഹി. അപ്പൊ ഉയർന്ന തറവാടുന്നാണ് ഈ കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും അമ്പിയാക്കന്മാർ അല്ലാഹുവിനെ, കാരണം അവരിൽ തബഈയായി ഉണ്ടായി തീരേണ്ടതായ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങള് ഉയർന്ന തറവാട്ടുകാരാവുമ്പോൾ അവരുടെ പരമ്പരാഗതമായി ലഭിക്കപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളായി. ആ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾ മാത്രമേ വിശുദ്ധമാകുന്നതായ ഇൽമ്, ആ ഇൽമിന്റെ വാഹകരാകാൻ അവകാശമുള്ളൂ. അവരിലാണ് ആ വിശുദ്ധമാവുന്ന ഇൽമ് അത് അവതരിക്കപ്പെടാൻ പറ്റിയതായ ഹൃദയം അവരുടെ ഹൃദയമാണ് എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വെല്ലുവിളികൾ, പ്രത്യേകിച്ച് വിശുദ്ധമാവുന്ന ഇസ്ലാം അത് എന്നും വിമർശനങ്ങളെ നേരിട്ടതായ ഒരു ദീനാണ്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂൽ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാർ ഒരുപാട് വിമർശനങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്, വളരെയധികം പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോഴും നിങ്ങൾ കേൾക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തതോ ആവുന്ന പല മേഖലയിലേക്കായിരിക്കും പല ചോദ്യങ്ങളോ പല വിഷയങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും. ഇതൊക്കെ നേരിടുമ്പോൾ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ട ഏറ്റവും പ്രധാനമായ ഒരു സംഗതി മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതുപോലെ ഈ വിശുദ്ധമാകുന്നതായ ദീൻ, ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അടിസ്ഥാനപരമായി സ്വീകരിച്ചതായ ചില സംഗതികൾ, അതൊന്ന് സിദ്ഖ് സത്യം എന്നുള്ളതാണ്, മറ്റൊന്ന് നീതി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിക്ക് അടിസ്ഥാനപരമായി സ്വീകരിച്ചതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണം. മഹാന്മാർ പറഞ്ഞതുപോലെ വജദ്നാ ഹാദ ദീൻ മബ്നിയൻ അലാ സലാസത്തി അർക്കാൻ അലൽ ഹഖ് വസ്സിദ്ഖി വൽ അദ്ൽ. ഈ വിശുദ്ധമാവുന്ന ദീൻ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അടിസ്ഥാനപരമായി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഹഖ്, മറ്റൊന്ന് സിദ്ഖ് സത്യം, മറ്റൊന്ന് നീതി. ഈ മൂന്ന് കാര്യങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ അടിസ്ഥാനമായി കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ളത്.
അതായത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഹക്ക് എന്ന് പറഞ്ഞതിന് അതിന് ഉൾപ്പെടുത്തിയതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഈ അവസ്ഥ കിടക്കല. സിദ്ഖ് ഉൾക്കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് നീതി ഉൾക്കൊള്ളുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാര് സിദ്ഖിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു അലൈക ബിസ്സിദ്ഖ്, നീ എപ്പോഴും സത്യത്തിന്റെ മേലിലാവണം. കാരണം നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തന മേഖലയിൽ എങ്ങനെങ്കിലും ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സത്യത്തിന്റെ മാർഗത്തിൽ നിന്നിട്ടോ അല്ലെങ്കിൽ സത്യത്തിൽ നിന്നോ ഒരിക്കലും നമ്മൾ വ്യതിചരിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് അലൈക ബിസ്സിദ്ഖ് ഹൈസു തഖാഫു അന്നഹു യദുറുക, സത്യം പറഞ്ഞാൽ അത് നിനക്ക് പ്രയാസം ഉണ്ടാവുമെന്ന് നീ പേടിക്കുന്നുണ്ടോ, എന്നാലും നീ സത്യത്തിൽ തന്നെ നിൽക്കണം. ഫഇന്നഹു യൻഫഉക, ആ സത്യത്തിൽ നിന്നാൽ അതുകൊണ്ട് നിനക്ക് ഗുണം ഉണ്ടാവുന്നതാണ്. കദിബ, അസത്യത്തിൽ നിന്ന് നീ വിട്ടുപോകുകയും വേണം. ഉള്ളിലെ പ്രവർത്തനങ്ങളിലും എന്റെ വാക്കുകളിലും ഉണ്ടാവാൻ പാടുള്ളതല്ല. ഹത്താ തറ അന്നഹു യൻഫഉക, ആ അസത്യം അല്ലെങ്കിൽ കദിബ് അത് നിന്നെ എന്താക്കും, ഉപകാരം നിനക്ക് ലഭിക്കപ്പെടും എന്ന് നീ വിചാരിച്ചാലും ഫൈനഹു യദുറുക, അത് നിന്നെ ഉപദ്രവത്തിലേക്ക് അയക്കും കൊണ്ടുപോയിച്ചാൽ. അപ്പൊ എപ്പോഴും സത്യത്തിന്റെ മേലിൽ നിന്ന് പോരാൻ വേണ്ടി നമ്മൾ നിൽക്കുക. അതുകൊണ്ടാണ് വിശുദ്ധമാവുന്ന ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ്, ഒന്ന് തഖ്വ നമുക്കുണ്ടാവണം, ഇസ്തിഖാമത്തിന്റെ മേൽ നമ്മൾ നിന്ന് പോകണം. അതൊരു പണ്ഡിതനാവുമ്പോൾ ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായ സംഗതിയാണ് ഇസ്തിഖാമത്തിന് മേൽ നിന്ന് പോരുന്നത്. അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ലാ യുതീഖഹാ ഇല്ലൽ അകാബിർ, അതൊരു ഉന്നതമാവുന്ന ഒരു സ്വഭാവ ഗുണമാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്തിൽ ഈ പറയപ്പെടുന്ന സംഗതികളൊക്കെ പെട്ടു. ലാ യുതീഖഹാ ഇല്ലൽ അകാബിർ, അത് സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കി തീർക്കാൻ കഴിയുന്നതായ ഒരു സംഗതിയല്ല. അതുകൊണ്ടാണ് ഇസ്തഖീമു വലം തുതീഖൂ, ഇസ്തിഖാമത്തിനെ നിങ്ങൾ ഉണ്ടാക്കി തീർക്കണം, പക്ഷെ വലം തുതീഖൂ, അത് ഉണ്ടാക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണം എന്ന് പറയണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ അമ്പിയാക്കന്മാരില്ല. അപ്പൊ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് എത്രമാത്രം ഇസ്തിഖാമത്തിനെ ഉണ്ടാക്കി തീർക്കാൻ സാധിക്കോ ആ നിലക്ക് നമ്മൾ ഉണ്ടാക്കി തീർക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കാം. അതുകൊണ്ടാണ് ഈ മഹത്താവുന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞു ഹഖ്ഉൻ അലാ മൻ ഫഹിമ അനില്ലാഹ് വഅഖല അൻഹു, ഈ വിശുദ്ധമാവുന്നതായ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മനസ്സിലാക്കാനും അതിനെ പഠിക്കാനും നിർദ്ദേശിച്ചതായ മാർഗത്തിൽ കൂടി അതിനെ ഒരാൾ മനസ്സിലാക്കൽ അവനിക്ക് ഏറ്റവും ബാധ്യതയായ ഒരു സംഗതിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കടമയാണ്. അവന്റെ എല്ലാ വാക്കുകളിലും അവൻ സത്യത്തിൽ അവൻ എപ്പോഴും അവൻ അതിന്മേൽ നിന്നുകൊണ്ടേ നിൽക്കണം. അപ്പൊ നമ്മളൊക്കെ പല ജാതി പ്രവർത്തനങ്ങൾക്കും ദീനി രംഗത്ത് നമ്മൾ ഇടപെടുമ്പോൾ അത് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി അസത്യം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അപ്പൊ നമ്മളെ വാക്കുകൾ എപ്പോഴും അത് സത്യമായ വാക്കുകളാവണം, സത്യം നമ്മൾ പറയാൻ പാടുള്ളൂ. ഏതെങ്കിലും നിലക്കുള്ളതായ ജനങ്ങൾ മുന്നിൽ നിന്ന് കഴിച്ചിലാവാനോ അല്ലെങ്കിൽ അവരെ സംതൃപ്തരാക്കാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റു വല്ല കാര്യങ്ങൾ അവരിൽ നിന്ന് ലഭിക്കപ്പെടാനോ കെതിവിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സത്യത്തിന്റെ മേൽ മാത്രം നിന്ന് പോകണം നാം. വലിയ ഇഖ്ലാസ് ഫിൽ അഅ്മാൽ, മറ്റൊന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിൽ യഥാർത്ഥ ഇഖ്ലാസ് നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അൽ അഅ്മാലു സുവറുൻ ഖായിമാണ്, പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന ഒരു രൂപങ്ങളാണ്. അതിന്റെ ആത്മാവ് അത് ഇഖ്ലാസാണെന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മാത്രം അള്ളാഹുവിന്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള പ്രശംസ നമുക്ക് ലഭിക്കപ്പെടട്ടെ എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും താല്പര്യങ്ങൾ ലഭിക്കപ്പെടാൻ വേണ്ടിയോ ആ ഉദ്ദേശം ഒന്നും ഇല്ലാത്ത നിലക്കുള്ള പ്രവർത്തനങ്ങളാവണം നമ്മളെ പ്രവർത്തനം. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതന്റെ പ്രവർത്തനം ആ നിലക്കുള്ളതായ ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനമാവണം. നമ്മളെ മുൻഗാമികളായ മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്?
ആ മുൻഗാമികളാവുന്ന ഈ ദീനീ രംഗത്ത് ഇവിടെ പ്രബോധനം നടത്തിയതായ മഹത്തുക്കൾ അവരുടെ സ്വഭാവ ഗുണങ്ങൾ പൂർണ്ണമായും കൊണ്ടും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അതൊരു പ്രബോധനം എനിക്ക് ആവശ്യമാണ്. നമ്മളിപ്പോ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നിലാണ് നേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേകമാവുന്നതായ ഒരു സംവിധാനത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം നമുക്ക് വിജയിക്കപ്പെടുന്ന രൂപത്തിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് അതിന്റെ മുൻഗാമികളാവുന്ന മഹത്തുക്കൾ അവർ സ്വീകരിച്ചതായ ആ നിലപാടുകൾ, അവർക്കുള്ളതായ ആ സ്വഭാവ ഗുണങ്ങൾ അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് ഇഖ്ലാസ് വൽ ഇഖ്ലാസ് ഫിൽ അഅ്മാൽ. സർവ പ്രവൃത്തികളും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാവണം നമ്മൾ ചെയ്യേണ്ടത്. അത് മാത്രം പോരാ, നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഓരോ ചലനങ്ങളിലും നമ്മൾക്ക് എന്തുണ്ടാവണം? വളരെ വിശുദ്ധമാവുന്നതായ സ്വഭാവ ഗുണങ്ങളെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടാവണം. ഈ നിലക്ക് പ്രവർത്തിച്ചാലേ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനം അവൻ വിജയിക്കും. ഈ നിലക്ക് പ്രവർത്തിച്ചാൽ മഹാന്മാരോടുള്ളതായ സാമീപ്യവും അവരോട് ചെന്നെത്താനും അവരെ മാർഗത്തിൽ അവർ ചെയ്തതുപോലെ ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തൃപ്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനും കഴിയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭൗതികമാവുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത് നമ്മുടെ ഈ ദീനിയാവുന്ന പ്രവർത്തനങ്ങളൊക്കെ. താല്പര്യങ്ങൾ സാധിപ്പിക്കപ്പെടും, സാധിപ്പിക്കപ്പെടാതിരിക്കാം. ഭൗതികമാവുന്ന സുഖ സൗകര്യങ്ങള് അത് നമ്മളെ ലക്ഷ്യമല്ല, അത് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ദുന്യാവിനെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ അത് വരും ചെയ്യും, പോവുകയും ചെയ്യും. പക്ഷെ ഒരു പണ്ഡിതൻ, യഥാർത്ഥ പണ്ഡിതനായിക്കൊണ്ട് ജീവിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാൻ വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനല്ലേ? തഖ്വയോട് കൂടി ജീവിക്കുക. അപ്പൊ ഇത് വിശുദ്ധമാവുന്ന ഇൽമ്, ആ ഇൽമിന്റെ വാഹകരാണ് നമ്മൾ. നമ്മളെ മുൻഗാമികളാവുന്ന ആളുകളൊക്കെ എത്രമാത്രം പ്രയാസങ്ങളാണ്. മഹാനാവുന്ന അബൂ അയ്യൂബുൽ അൻസാരി തങ്ങള് മദീനത്തുനിന്ന് ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി മൂപ്പര് മിസ്റിലേക്ക് പോയതാ. അങ്ങനെ ബഹുമാനപ്പെട്ടവര് മിസ്റിലേക്ക് പോയപ്പോൾ നാഫി എന്നവരിൽ നിന്ന് ഒരു ഹദീസ് അവരെ കൈവശമുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കേൾക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട് മിസ്റിലെത്തി. അവിടുന്ന് ആ വാഹനത്തുമ്പോൾ നിന്നുകൊണ്ട് തന്നെയാണ് മൂപ്പര് ഹദീസ് കേട്ടത്. എന്നിട്ട് പിന്നെ അവിടെ താമസിച്ചില്ല, ഇവിടെ തന്നെ മദീനത്തേക്ക് തിരിച്ചു വന്നു. അപ്പൊ പ്രയാസങ്ങളാണ് ഏറ്റവും അധികം ഇൽമിനിക്ക് വേണ്ടത്. നമ്മൾ എന്ത് പ്രയാസങ്ങളും സഹിക്കാൻ ഇൽമിന്റെ മേഖലയിൽ നമ്മൾ തയ്യാറാവണം. സുഖ സൗകര്യങ്ങളല്ല, ഭക്ഷണം വേണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മഹാന്മാരാവുന്ന നമ്മളെ മുൻഗാമികളൊക്കെ ഇൽമ പഠിച്ചത് അവര് ചിലപ്പോൾ ഭക്ഷണത്തിന് ചെല്ലുന്ന വീട്ടില്, നമ്മളെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പുള്ള നമ്മളെ ഉസ്താദന്മാര്, നമ്മൾക്കൊക്കെ കിതാബ് പോയി തന്ന മഹാന്മാര്, അവരവരുടെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ പറയലുണ്ട്. അവര് ഭക്ഷണത്തിന് ചെല്ലുന്ന വീട്ടിൽ ചെല്ലുമ്പോ ആ ഭക്ഷണത്തിന്റെ വീട്ടുകാരൻ പറയാണ്, ഒരു ചക്കരട്ട കട്ടൻ ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു ഉസ്താദെ, കുട്ടി കരഞ്ഞപ്പോ അവനക്കോ അല്ലെങ്കിൽ അവൾക്കോ കൊടുത്തു, അതുകൊണ്ട് അതുമില്ല. ഉച്ചക്ക് ഭക്ഷണത്തിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയാണത്. എന്നിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ അത്രമാത്രം പ്രയാസങ്ങളൊക്കെ അവർ സഹിച്ചു. എന്തിനു വേണ്ടി? അത് വിശുദ്ധമാവുന്ന ഇൽമിനെ കരസ്ഥമാക്കാൻ വേണ്ടി. മഹാനാവുന്ന ഇബ്നു സീനാനെ സംബന്ധിച്ച് പറയലുണ്ട്, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന സമയത്ത് ഒരു പൂർണ്ണമായ രാത്രി മൂപ്പര് ഉറങ്ങിയിട്ടില്ല എന്ന. പകൽ മുഴുവനും മുത്താലയിലും മറ്റുമായിട്ട് അധ്വാനത്തിലായിരുന്നു. മഹാന്മാരാവുന്ന ആളുകൾ അവർ കിതാബ് ഓതി പഠിച്ചതിന്റെ കാലത്തിൽ മഹാനാവുന്ന ഇമാം നവവി തങ്ങൾ പോലുള്ളവരൊക്കെ വളരെയധികം പ്രയാസങ്ങൾ കോള് വരുന്നുണ്ട്. പോയി ഓട്ടോമാറ്റിക് ലോക്കായി.
അധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഭക്ഷണമില്ലാത്ത ആളുകൾ തിന്നിട്ട് ഈത്തപ്പന കുരുവിന്റെ അതിലുള്ളതായ ആ പാട വലിച്ചു തിന്നുകൊണ്ടൊക്കെ ജീവിച്ചവരാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധമാവുന്ന ഇൽമിനെ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് അത്ര പ്രയാസങ്ങൾ സഹിച്ചവരാണ് അവരൊക്കെ. അപ്പൊ പ്രയാസങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം ഇത് ആരിലേക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കപ്പെടേണ്ട ഒന്നല്ല. മഹാന്മാർ പറയലുണ്ട് ഇല്ലാത്ത അപ്പൊ അത് സ്വഭാവ ഗുണങ്ങൾ നോക്കി വിശുദ്ധമാവുന്ന ഇൽമിനെ സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ ഹൃദയം, അതിനുള്ളതായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനത്തെവരെയാണ് നമ്മൾ എന്താക്കേണ്ടത്, ഈ രംഗത്ത് കൊണ്ടുവരേണ്ടത്. മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കേണ്ടെന്നല്ല പറയുന്നത്. ആര്യമായി കൊണ്ട് വരേണ്ടവർ ആരാണ്? ഈ നിലക്കുള്ള സ്വഭാവ ഗുണം. അല്ലാഞ്ഞാൽ ഇൽമിനെ അവൻ ദുരുപയോഗപ്പെടുത്തും, യാതൊരു സംശയവുമില്ല. അതാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇൽമിനെ ദുരുപയോഗപ്പെടുത്താം. അപ്പൊ ഇൽമിനെ നമ്മൾ അല്ലാഹുവിന്റെ വജീന് വേണ്ടി പഠിക്കുക. വേറെ താല്പര്യങ്ങൾ അറിയുന്നതിന്റെ പിന്നിൽ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് ആ നിലക്ക് ഇൽമിനെ പഠിച്ചുകൊണ്ടിട്ട് ആ ഇൽമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ അല്ലാത്ത ചിലതിനെയാണ് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ദജ്ജാൽ ഇവിടെ വരും. ദജ്ജാൽ പല നിലക്കുള്ളതായ ഫിത്നകളും പല ദജ്ജാലുകളും വരുന്നല്ലേ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ ദജ്ജാലികൾ ഉണ്ടാവും. അവസാനം വേറൊരു രൂപത്തിലുള്ള ദജ്ജാൽ വരും. അതൊക്കെ വരും. അപ്പൊ ദജ്ജാലിനല്ല ഞാൻ നിങ്ങൾ പേടിക്കുന്നത്. എനിക്ക് ഏറ്റവും പേടി ദജ്ജാൽ അല്ലാത്തതിനെയാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനോട് ചോദിച്ചു സഹാബത്ത്, അതെന്താ നബി അങ്ങനെ പറയാൻ കാരണം? ദജ്ജാലിനല്ല പേടിക്കുന്നത്, ദജ്ജാൽ അല്ലാത്തതിനെയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ബാഹ്യമായ നിലക്ക് നന്മകളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ. അവൻ നന്മകളെ കൊണ്ട് അവൻ എന്താക്കുക? പൊതിയ ജനങ്ങളിലേക്ക് അവൻ നന്മന്റെ ആളാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക. അങ്ങനത്തെ എത്ര ആളുകളാണെന്ന് അറിയോ? അവര് ഈ ഉമ്മത്തിലേക്ക് ഏറ്റവും അധികം നാശം ഉണ്ടാക്കുന്നവനാണ് മിൻ മുജാഹിരിൻ ബിൽ ഫിസ്ഖ്. തമ്മാടിത്തരം കൊണ്ട് പരസ്യമായി ചെയ്യുന്നവനേക്കാൾ, തമ്മാടിത്തരം പരസ്യമായി ചെയ്തവനാണെങ്കിൽ അവന്റെ പിന്നിൽ ആരും കൂടൂല. നേരെ മറിച്ച് നന്മകളെ കൊണ്ടിട്ട് അത് മറയാക്കാം, ആ നന്മകൾ മറയാക്കിക്കൊണ്ട് ജീവിക്കാം. അപ്പൊ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പണ്ഡിതന്മാരാണ്. നമ്മളെ ഉള്ളും പുറവും ഒക്കെ നന്മകൾ തന്നെ ആവണം. ആ നന്മകളെ പുറത്ത് കാണിച്ചുകൊണ്ട് ഉള്ളിൽ മറ്റൊരു സ്വഭാവം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് പാടുള്ളതല്ല പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തുള്ള ഈ ഉമ്മത്തിന്റെ ഇടയിലുള്ള ഈ ഐക്യവും ഈ സ്നേഹവും സന്തോഷവും ഒക്കെ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാവണം നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിലേക്ക് അതിന്റെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതായ പല മേഖലകളുണ്ടാവും. അതിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും. അതിന്റെ മറ്റുള്ള ഉപസംഘടനകളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതോടൊപ്പം നിങ്ങൾ പഠിച്ചതായ ഈ സ്ഥാപനത്തിനോട്, നല്ല ദീന്റെ എല്ലാ സ്ഥാപനത്തിനോടും നിങ്ങൾ നന്ദിയുള്ളവരാവുകയും വേണം. മുമ്പൊരു വയസ്സുള്ള സ്ത്രീ അവര് നടന്നു പോകുമ്പോൾ ആ സ്ത്രീ ഒരു ചെന്നായിക്കുട്ടീനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ചെന്നായിക്കുട്ടിക്കാനെ കാര്യമാണ്. അപ്പൊ ഈ ചെന്നായിക്കുട്ടീനെ എടുത്തു കൊടുത്ത് ആടിന്റെ ഒപ്പം കൊടുത്ത് വെള്ളം കൊടുത്തു, ആടിന്റെ ഒപ്പം കൊടുത്ത് ആടിന്റെ പാല് കുടിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ് ചെന്നായി വലുതായപ്പോ ചെന്നായിക്ക് തോന്നി, ഞാൻ ഈ ആടിന്റെ ഒപ്പം ഒരാടായി ജീവിക്കേണ്ടവനല്ല, ഞാൻ ഈ ആടുകളെ പിടിച്ചു തരുന്ന ആളാണ്. അപ്പൊ തന്നെ ഒരു ആടുകുട്ടിനെ കയറി പിടിച്ചുതാ. അപ്പൊ ഈ ഉമ്മാമ പറഞ്ഞു, ബഖർത സുവൈഹത്തി വഫജഅത ഖൽബി വഅൻത ലിശാതിനാ വലദുൻ റബീബു റവിഅത ബിദരിഹാ വറബീത ഫീനാ ഫമൻ അബ്ബാക അന്ന അബാക ദീബൂൻ. ഞാൻ ഈ ആടിന്റെ പാലെന്നല്ലേ നിന്നെ വളർത്തിയത്, ഈ ആടിന്റെ ഒരു വളർത്തുപുത്രനല്ലേ നീ. ആ ആടിന്റെ ഇപ്പോൾ നിന്റെ തന്ത ഈ ചെന്നായിയാണെന്ന് എനിക്ക് ആര്യ പറഞ്ഞു തന്നു. എന്റെ ആടുകൂട്ടിന്റെ ആ വയറ് കടിച്ചു തിന്ന് ആ ആടുകൂട്ടിനെ നീ കൊന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിനോട് നമ്മൾ നന്ദിയുള്ളവരാവണം.
പഠിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചതായ സംഘടനകളോട് നമുക്ക് നന്ദിയുള്ളവരാവണം. ഏതൊരു സംഘടനന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ അതിന്റെ അഡ്രസ്സിലാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ആ ബോധം നമ്മൾക്ക് ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ പോഷക സംഘടനകളോടും നിങ്ങൾ ഈ പഠിച്ച ഇവിടുത്തെ ഈ മഹത്താവുന്ന ഈ സ്ഥാപനത്തിനോട് മാത്രമല്ല, ഏതെല്ലാം സ്ഥാപനമായി കൊണ്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ആരൊക്കെ നിങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ടോ, ഇവരോടൊക്കെ നന്ദിയുള്ളവരാവണം. ആ നിലക്ക് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുള്ള ഈ ഐക്യം അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ആരും ശ്രമിക്കരുത്. അതൊരു കാലത്തും നിങ്ങളിൽ നിന്ന് നിങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളതുമല്ല. അപ്പൊ ഈ ഉമ്മത്തിന്റെ ഐക്യമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് നിങ്ങൾ ചെല്ലുന്നതായ മഹല്ലുകളിൽ വിശുദ്ധമാവുന്നതായ ദീൻ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്നതായ ഈ ആശയാദർശങ്ങൾ അതിന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ പഠിച്ചതായ സ്ഥാപനങ്ങളോടും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സഹായിച്ചവരോടൊക്കെ എന്നും നന്ദിയുള്ളവരായി കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ദീനിന്റെ ആ ശരിയായ വാഹകരായി, അതാണ് ശരിയായ വാഹകരാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ സ്വഭാവത്തിലാവണം. തഖ്വ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ആവണം. കളവ് പോലത്തെ മറ്റുള്ളതായ ദുസ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള ഓരോരുത്തരും അവരുടെ കാര്യത്തിന് വേണ്ടി എന്ത് ഉള്ളു പറയാനും ആരോരും തയ്യാറാണ്. അങ്ങനെയുള്ളൊന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ തയ്യാറാവരുത്. നമ്മൾ എപ്പോഴും സത്യം പറയാൻ പാടുള്ളൂ. ദുർമഹൽ ഹക്കായി സുധാരണ, സത്യം എവിടെ ഉള്ളത് അതിന്റെ ഒപ്പേ കൂടാൻ പാടുള്ളൂ, അല്ലാത്തടത്തേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. അപ്പൊ ആ നിലക്ക് സത്യം മാത്രമേ സവാഭാവുന്ന വാക്കുകൾ മാത്രമേ നമ്മളിൽ നിന്ന് ഈ നിലക്ക് നിങ്ങൾ അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ വാക്കുകളിലും ഒക്കെ സത്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ആ സത്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങളെ അമലുകൾ ശരിയായി പോകണമെങ്കിൽ ഇങ്ങനെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷം പുറത്തു തരും. അള്ളാഹുവിനിക്ക് വഴിപ്പെടണം, അള്ളാഹുവിന്റെ റസൂലിനിക്ക് വഴിപ്പെടണം. ആ വഴിപ്പെട്ട സ്വഭാവത്തിൽ വഴിപ്പെട്ടാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അത് ഉന്നതമാവുന്ന വിജയത്തിലേക്ക് കാരണമായി തീരും. ഉന്നതമാവുന്ന വിജയം നമുക്കുണ്ടാവും. ആ നിലക്ക് ജനങ്ങൾ അംഗീകരിക്കണ പണ്ഡിതന്മാരായി തീരണം. നമ്മള് എന്തെങ്കിലും ഭൗതികമാവുന്ന താല്പര്യത്തിന് വേണ്ടി നമ്മളെ ഇൽമിനെ വിൽക്കുന്നതായ സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അത് ഭൗതികമാവുന്ന പല ആവശ്യങ്ങളും നമുക്കുണ്ടാവും. ആ ആവശ്യങ്ങൾക്ക് നമ്മളെ ഇൽമിനെ ഉപയോഗപ്പെടുത്തരുത്. അപ്പൊ ഇൽമിനെ നിങ്ങൾ വിറ്റുകൊണ്ടിട്ട് അങ്ങനെ വന്നാൽ പിന്നെ സ്വർഗത്തിന്റെ വാസന പോലും ആസ്വദിക്കാൻ കഴിയില്ല എന്നല്ലേ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ നിലക്ക് നിങ്ങളിൽ നിന്നുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ യഥാർത്ഥ ഒരു പണ്ഡിതനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങളാവണം. ആ യഥാർത്ഥ പണ്ഡിതന്മാരിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നിങ്ങൾ പഠിച്ചതാണ്. ആ നിലക്ക് നിങ്ങൾക്കുള്ള ഉസ്താദന്മാരോടും അങ്ങനെയുള്ള വേണ്ടത്. ജനങ്ങൾ പരസ്പരം ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഇവിടെ നല്ല കാലഘട്ടം തന്നെയായി. നേരെ മറിച്ച് എല്ലാവരും സമന്മാരാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് നാശത്തിന്റെ തുടക്കമായി. അപ്പൊ നമ്മളെല്ലാവരും സമന്മാരല്ല, ഒരിക്കലുമില്ല. വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വാപ്പിയും മകനും തമ്മിൽ വ്യത്യാസമുണ്ട്, ഉസ്താദും ശിഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്, ഉസ്താദിന്റെ ഉസ്താദും ശിഷ്യന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ നിലക്ക് ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെയും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളെയും ബഹുമാനിക്കപ്പെട്ട സ്ഥലങ്ങൾ ഇതൊക്കെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ആദരവ് ബഹുമാനമൊക്കെ നമുക്ക് ഉണ്ടാവണം. ആ ആദരവ് ബഹുമാനം ഇല്ലാത്ത നിലക്ക് നമ്മൾ ഇൽമുണ്ടായിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു മലായിക്കത്തിനോട് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? അദബ് ബഹുമാനം ഇല്ലാത്ത നിലക്കുള്ള ഇൽമുകൊണ്ട് ഒരു കാര്യമില്ല എന്ന. അതുകൊണ്ട് ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ സുജൂദിന് കേൾക്കാത്ത ഒരുത്തണ്ട്, അവനാണ് ഇബ്ലീസ്. അവനത് കേട്ടില്ല. കാരണം എല്ലാ അറിവുകളും ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് മലക്കുകളെ മുന്നിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിപ്പിച്ചു. അപ്പൊ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പോകുന്നു. അള്ളാഹു പറഞ്ഞാൽ ആർക്കും സുജൂദ് ചെയ്യാം, ആദം നബിക്ക് നല്ല ആർക്കും സുജൂദ് ചെയ്യാം. മനുഷ്യർക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയാത്തപ്പോഴാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞതുകൊണ്ട് ആദം നബിക്ക് തന്നെ സുജൂദ് ചെയ്യാം. ഇവന് തോന്നിയത് ഒരു മോശമുള്ളൂ. കാരണം അവൻ പറഞ്ഞ ന്യായം എന്താ? ഖലഖ്തനീ മിൻ നാർ, ഞാൻ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഓ ഖലഖ്തഹു മിൻ തീൻ, അദ്ദേഹം മണ്ണിലാണ് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ആ മണ്ണും തീയും കൊണ്ട് നോക്കുമ്പോൾ മണ്ണിനിക്കല്ല
തീയനിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് അവന്റെ യുക്തി കൊണ്ട് കണ്ടുപിടിച്ചു. പക്ഷെ അത് തെറ്റായിരുന്നു. കാരണം തീയിന്റെ സ്വഭാവം എന്താ? സാധനത്തിന് നശിപ്പിക്കലാണ്. മണ്ണ് സാധനത്തിനെ ഉണ്ടാക്കി തീർക്കുകയാണ് മണ്ണ് ചെയ്യണത്. അപ്പൊ തീയിനേക്കാൾ വലുത് മണ്ണാണെന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. ആ നിലക്കുള്ള ഒരു തലച്ചോറായിരുന്നു അവനക്ക് ഉണ്ടായിരുന്നത്. അവൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് സുജൂദ് ചെയ്യില്ല. അപ്പൊ ബഹുമാന മാധവ്യം എപ്പോഴും ഉണ്ടാവണം. അത് ദീനിന്റെ അടിസ്ഥാനമാണ്. ദീനിന്റെ ഷിആറുകൾ പലതുണ്ട്. അത് സ്ഥലങ്ങൾ ദീനിന്റെ ഷിആറുകളാണ്. അങ്ങനല്ലേ? ചില സ്ഥലങ്ങൾ ദീനിന്റെ ഷിആറുകൾ അടയിക്കാലം അവിടെ ബഹുമാനിക്കാനേ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുമ്പോൾ ബൈത്തുൽ അഹ്മിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നു. ഉടനെ തന്നെ ജിബ്രീലിന്റെ കാരണം പറഞ്ഞു, അതാ ബൈത്തുൽ അഹ്മീൻ, ഇത് ബൈത്തുൽ അഹ്മീൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി വുലിദ ഈസ, അവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ സ്ഥലത്ത് എനിക്കൊരു പുണ്യുണ്ട്. മഹാനാവുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് അങ്ങനെ വിശുദ്ധമാവുന്നതായ മഹാന്മാരോട് ബന്ധപ്പെട്ടതായ ഏതെല്ലാം സുശുദ്ധന്മാരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ടോ അതിനൊക്കെ പുണ്യുണ്ട് എന്ന് വിശ്വസിക്കണം. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം. അതാ അതിന്റെ അടിസ്ഥാനം. അതാണ് സ്ഥലങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ സമയങ്ങൾക്കും ചില പുണ്യങ്ങൾ ഉണ്ടാവും. ചില സമയങ്ങൾ പ്രത്യേകമായി സമയങ്ങളായിരിക്കും മറ്റു ചില സമയങ്ങളേക്കാൾ. ആ സമയത്തിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാം. വെള്ളിയാഴ്ച ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് പറഞ്ഞു. മിഅ്റാജിന്റെ രാത്രി പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. ആ സമയം വളരെ പുണ്യമായ സമയമാണ്. ആ സമയത്തിന് നമ്മൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. ആ ദിവസത്തിന് നമ്മൾ അതിന്റെ പിറ്റേ ദിവസം നമ്മൾ നോമ്പ് വെക്കണം. എന്താ കാരണം? ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. അപ്പൊ ഇനി നോമ്പ് വെൽക്കാനുള്ള ഹദീസ് അത് പോരാന്നുള്ളതാണ് ഇപ്പൊ മുജാഹിദ് പക്ഷത്തിന്റെ ഒക്കെ ഹദീസ് കുഴപ്പമുണ്ട്. ഹദീസ് കൊണ്ടല്ല നമ്മൾ നോമ്പ് വെൽക്കണത്. ഹദീസല്ലേ നമ്മൾ അതിന്റെ തെറ്റില്ല. ദീന്റെ ഷിആറുകൾ ആദരിക്കാം. എങ്ങനെ ദീന്റെ ഷിആറുകൾ ആദരിക്കേണ്ടത്? അത് ഇബാദത്ത് കൊണ്ടാണ്. റസൂലുള്ളാഹിനോട് ഈസ നബി ജനിച്ച സ്ഥലത്തെത്തിയപ്പോൾ സല്ലല്ലാഹു അലൈഹി ഇത് പറഞ്ഞു. അപ്പൊ എന്നതുപോലെ മിഅ്റാജ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ്. ഇന്നേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് അതുണ്ടായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹിരാകാശ സഞ്ചാരം നടത്തിയിരുന്നു. നമുക്ക് ഉറപ്പാണ് റസൂലുള്ളാഹി പോയത് റസൂലുള്ളാഹിന്റെ ആത്മാവ് മാത്രമല്ല റസൂലുള്ളാഹിന്റെ ജസദും കൂടി പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത്. അന്ന് വിശ്വസിക്കാൻ പലർക്കും മടിയുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ നിന്നാണ് മുജാഹിദ് വിപക്ഷത്തിനൊക്കെ ഉണ്ടായത്. റസൂലുള്ളാഹിന്റെ ആത്മാവ് പോകുമ്പോ നമ്മളൊക്കെ ആത്മാവ് എവിടെല്ലാം പോകുന്നുണ്ട്. രാത്രി ഉറങ്ങിക്കിടന്ന് നമ്മൾ ചിലപ്പോ അമേരിക്കയിലെത്തിന്, ലണ്ടനിലെത്തിന്, പല സ്ഥലത്തും എത്തുന്നു. അപ്പൊ ആത്മാവ് പോവുക എന്നുള്ളതല്ല. പിന്നെ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ എത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് ആയിഷ ബീവിയൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ റസൂലുള്ളാഹിന്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ ശരീരം ഇവിടുന്ന് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരീരം മാത്രം പോയിട്ടില്ല എന്നാ, ശരീരവും ആത്മാവും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ അന്നെ വിശ്വസിച്ചു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജസദും റസൂലുള്ളാഹിന്റെ റൂഹും രണ്ടും കൂടിയാണ് ആ ബഹിരാകാശ സഞ്ചാരം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമുക്കത് സാക്ഷി അതിനെ ശക്തിപ്പെടുത്തുന്നതായ പല സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ബഹിരാകാശ സഞ്ചാരം പല പേടകങ്ങളിലും മറ്റുമായി പലരും നടത്തുന്നില്ലേ. അതിനേക്കാൾ അപ്പുറമുള്ള സഞ്ചാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. അതുകൊണ്ട് ആ ദിവസത്തിനെ ബഹുമാനിക്കണം. ആ ദിവസത്തിനെ എങ്ങനെ ബഹുമാനിക്കുക? അന്നത്തെ രാത്രിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക, പകലിനെ നോമ്പ് കൊണ്ട് ധന്യമാക്കുക. അതുകൊണ്ടാണ് റജബ് 27 നമ്മൾ നോമ്പ് വെക്കുന്നത്. അപ്പൊ അതിന്റെ ഹദീസ് വലിയ ദഈഫാണോ അല്ലേ എന്നുള്ളതല്ല, ഹദീസ് കൊണ്ടല്ല നമ്മൾ അമൽ ചെയ്യുന്നത്. എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ മഹാന്മാരാവുന്നതായ വ്യക്തികൾ ബഹുമാനിക്കപ്പെടേണ്ടവരെ തന്നെ അവരെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെ ബഹുമാനിക്കണം. ഇതൊക്കെ ദീനിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ ആ നിലക്ക് പരസ്പര ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായി കൊണ്ടിട്ട് മഹാന്മാരാവുന്ന ആളുകളെ ബഹുമാനിച്ചു കൊണ്ടിട്ട്, ഉസ്താദന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, ഉസ്താദന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, ഈ ഉമ്മത്തിന്റെ ഉലമാവിനെ ബഹുമാനിച്ചുകൊണ്ട്, ഇവിടുത്തെ സാദാത്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്, ബഹുമാനിക്കപ്പെടേണ്ടതായ പല വ്യക്തികളുണ്ടാവും. അവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിച്ചു കൊണ്ടിട്ട്, അത് ബഹുമാനം എന്നുള്ളത് ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ചെറുതാവൂല.